ഹായ്. അപ്പം ഞാനൊരു പുതിയതായിട്ടൊരു ബൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ടി വി എസ് സ്പോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. ഇതാണ് ആ വാഹനം. ടി വി എസ് സ്പോർട്ട് എന്ന് പറയുന്ന മോഡലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക് സ്റ്റാർട്ട് മുതലായ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നതിലേക്കും നമുക്കൊരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ നമുക്ക് വളരെ അഫോർഡബിൾ റേഞ്ചിൽ കിട്ടുന്ന വളരെ ഇന്ധനക്ഷമതയുള്ളൊരു വാഹനമാണ് ടി വി എസ് സ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് ടി വി എസ് സ്പ്ലെൻഡർ, അതേപോലെ ഹോണ്ട ഷൈൻ, ഈ വക ബ്രാൻഡുകൾ അടക്കി വാഴുന്നിടത്തോളം കാലം നമുക്ക് ഈ ടി വി എസിൻ്റെ ഒരു അത്രത്തോളം ഒരു റീച്ച് ആൾക്കാരിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തോന്നുന്നു അധികം പേർക്കൊന്നും പരിചയമല്ല. അപ്പം എനിക്ക് ഏകദേശം ഒരു മാസത്തോളം ഈ വാഹനം ഉപയോഗിച്ച് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോൾ അതിന് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പ്ലസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ വാഹനത്തിന് മുന്നിൽ നിന്ന് തുടങ്ങാം. വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇത് ഞാൻ മേടിച്ചത് പ്യുവർ ബ്ലാക്ക് ആണ്. ഇതിന് ഇതുകൂടാതെ തന്നെ റെഡ്, ബ്ലൂ, പിന്നെ കുറച്ച് ഗ്രാഫിക്സ് വരുന്ന 1-2 കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്തുകൊണ്ട് പ്യുവർ ബ്ലാക്ക് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്. ഒരു മൊത്തത്തിലൊരു ബ്ലാക്ക് ടീം കിട്ടുന്നുണ്ട്. ഒരു ബ്ലാക്ക് എഡിഷൻ എന്ന് പറയാൻ പറ്റും. ഇത് ഫ്രണ്ടിൽ നമുക്ക് ലൈറ്റ്സ് LED അങ്ങനെയൊന്നുമല്ല, ഹാലജൻ ബൾബാണ് വരുന്നത്. ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ വളരെ മിനിമമായിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുവാണെങ്കിലും ശരി, നമുക്കൊരു നോർമൽ കമ്പ്യൂട്ടർ വെക്കേണ്ടത് ഒരു ഇതാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്കും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഈ വാഹനം കണ്ടപ്പോൾ ഇതിൻ്റെ ഒരു റൈഡിങ് പോസ്ചറാണ്. വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഈ വാഹനത്തിൽ യാത്ര ചെയ്യാം. അപ്പോൾ എത്ര യാത്ര ചെയ്താലും എന്നെ സംബന്ധിച്ച് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. ഇപ്പോൾ ഈ സ്പോർട്സ് ബൈക്ക് ഇരിക്കുന്ന പോലെ ഇങ്ങനെ കൂനിയിരിക്കുക, അല്ലെങ്കിൽ ഒരുപാടങ്ങ് ക്രൂസ് ചെയ്യുന്ന പോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, അതെനിക്ക് ബാക്ക് പെയിൻ ഉണ്ടാകും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത്തരം ഒരു വാഹനം വളരെ റഫായിട്ട് യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. വളരെ കംഫർട്ടബിളാണ്. പിന്നെ ബാക്ക് സീറ്റ് നോക്കുവാണെങ്കിലും ശരി, വളരെ കംഫർട്ടബിളാണ്. നല്ല ലെങ്തിയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന വളരെ നല്ല കംഫർട്ടബിൾ സീറ്റിംഗ് ഉള്ളൊരു വാഹനമാണ് ടി വി എസ് സ്പോർട്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു E20യുടെ ഒരു സിമ്പിളും കാണാം. അതായത് E20 പെട്രോൾ നമുക്ക് ഇതിനകത്ത് ഇതാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് കവറാണ് കേട്ടോ. ഒരു സീറ്റ് കവർ നമ്മളിപ്പോൾ കുറച്ചുകൂടെ ഒരു കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സീറ്റ് കവർ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു സീറ്റിംഗ് ഹൈറ്റ് നമുക്ക് അത്യാവശ്യം ഒരു 5 അടി മേളിയുള്ള ഉയരമുള്ളവർക്ക് കംഫർട്ടായിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റും. പിന്നെ നമുക്ക് സൈഡിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു കിക്കർ വരുന്നുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഒരു ബ്രേക്സ് വരുന്നത് ആക്ച്വലി ഡിസ്ക് ബ്രേക്ക് ഒന്നുമല്ല, നോർമൽ ഡ്രം ബ്രേക്സ് തന്നെയാണ് വരുന്നത്. ടാങ്കിൻ്റെ കപ്പാസിറ്റി നമുക്കൊരു 11 ലിറ്ററോളം വരുന്നുണ്ടാവും. മൈലേജ് അറൗണ്ട് 93 എന്താണ് കമ്പനി പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെ നല്ല ഫീലായിട്ട് കിട്ടുന്നുണ്ട്. ഒരു 70-75 എന്തായാലും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനതൊരു ചെക്ക് ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു ഡെയിലി ഒരു 20-30 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഞാനൊരു 150 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു 2-3 ദിവസം തന്നെ എൻ്റെ ഒരു മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ മീറ്ററിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ടുള്ളതൊന്നും വരുന്നില്ല, എല്ലാം അനലോഗാണ് വരുന്നത്. ഞാൻ അറൗണ്ട് ഒരു 600-650 കിലോമീറ്റർ മോളി, 667 ടു ബി എക്സാക്ട്, അത്രയും ഓടിയിട്ടുണ്ട്. ഞാൻ അധികം ഒന്നും ഫ്യൂൽ അടിക്കേണ്ടി വന്നിട്ടില്ല ഇതിനകത്ത്. നമുക്ക് ഫ്യൂൽ ഗേജും കാര്യങ്ങളും കാണാം. ഇത് പവർ എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട്. ഇത് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് നല്ല കയറ്റോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ടോർക്ക് എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇഗ്നിഷൻ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേഷൻ വരും യെല്ലോ കളറിൽ. അപ്പോൾ അതിൽ മാക്സിമം കൈ കൊടുക്കാതെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നുണ്ടാവും. ഇത് നമുക്ക് ഹാൻഡിലിംഗ് നോക്കുവാണെങ്കിൽ ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹെഡ് ലാംപ്സ്, അതേപോലെ നമുക്ക് ഈ ചോക്കിൻ്റെ ഒരു സ്വിച്ച് ബാക്കി വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്. റൈറ്റിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും തന്നെ വരുന്നില്ല, ക്രൂസ് കൺട്രോൾ അങ്ങനെയുള്ള ഫീച്ചറൊന്നും വരുന്നില്ല. നമുക്ക് ജസ്റ്റ് സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു ബട്ടൺ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്കിതിൻ്റെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ്. നമുക്ക് നോർമലി അനാവശ്യമായ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ വളരെ സ്ലീക്കി ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഇതാണ്. റിയറിൽ നോക്കുവാണെങ്കിൽ ശരി, വളരെ ഡീസൻ്റ് ആയിട്ടൊരു മോഡലാണ്. ഈ ഒരു വിലയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഈ വാഹനം മേടിക്കാൻ പറ്റണം. ഈ ഒരു ബഡ്ജറ്റിൽ ഇങ്ങനെ വണ്ടി ഉണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കാരണം ഇപ്പം ബൈക്കുകളുടെ പ്രൈസ് ആക്ച്വലി ഒരു 2 lakhs 3 lakhs ആ ഒരു റേഞ്ചിലാണ് എല്ലാവരും മേടിക്കുന്നത്. പക്ഷേ ഞാനങ്ങനെ ഞാൻ ആക്ച്വലി മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഹോണ്ട ഷൈൻ എന്ന് പറയുന്ന ബൈക്കാണ്. എല്ലാവർക്കും അറിയാം ഹോണ്ട ഷൈൻ വളരെ കംഫർട്ടബിളായിട്ടൊരു ബൈക്കാണ്. ഹോണ്ട ബ്രാൻഡ്, ഹോണ്ട എൻജിൻ തന്നെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. പക്ഷേ അതിൽ നിന്നാണ് ഞാൻ ഇതിലേക്കൊരു ചേഞ്ച് വന്നത്. അപ്പോൾ ഹോണ്ട ഷൈൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അതിനും ഏതാണ്ടൊരു 1 പുറത്ത് പ്രൈസ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും വേണ്ട, അതിലും താഴെ ബഡ്ജറ്റിലുള്ള ഒരു അടിപൊളി ബൈക്ക്, നല്ല മൈലേജ് ഉള്ളത് നോക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് സെർച്ച് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് ടി വി എസ് സ്പോർട്ടിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ തന്നെ ഞാൻ വണ്ടി ഷോറൂമിൽ പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പിന്നെ കുറേ റിവ്യൂസ് ഞാനും നോക്കിയിരുന്നു. പക്ഷേ ഞാൻ ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. ഞാൻ എങ്ങനെയാണോ മനസ്സിൽ ഈ വാഹനത്തെ പറ്റി കണ്ടിരുന്നത് അതുപോലെ തന്നെ എനിക്കിപ്പോൾ ആക്ച്വലി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് എന്താ പറയുക, കുറച്ചുകൂടെ ആൾക്കാർ അറിയണമെന്നുണ്ട് ഈ വാഹനത്തെ പറ്റി. അപ്പോൾ എന്തായാലും ഈ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവർക്കുണ്ടെങ്കിൽ എനിക്ക് വാഹനം തന്ന എക്സിക്യൂട്ടീവ് നമ്പർ ഞാൻ എന്തായാലും സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാം. എന്തായാലും ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്നത് വളരെ എന്താ പറയുക
വളരെ കംഫോർട്ടബിളാണ്, വളരെ കൃതാർത്ഥനാണ്. അപ്പം ഞാൻ ഇനിയും ഇപ്പോൾ ഒരു ഫസ്റ്റ് സർവീസിന് സമയമായിട്ടുണ്ട്. ഏകദേശം 6 മാസം കഴിയുമ്പോൾ അടുത്തൊരു 6 മാസമല്ല, എനിക്കൊന്ന് 2500 കിലോമീറ്ററാണ് അടുത്ത സർവീസ്. അപ്പോൾ ആ ഒരു സമയം എത്തുമ്പോഴേക്കും ഞാൻ അടുത്തൊരു റിവ്യൂ എന്തായാലും ഇടുന്നുണ്ടാവും. അപ്പോൾ ആസ് ഓഫ് നൗ ഞാൻ വളരെ ഹാപ്പിയാണ് ഈ വാഹനത്തിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.